അങ്ങനെ ചെയ്ത നിങ്ങളെ കൊണ്ട് പറ്റുമോ? ഇനി രണ്ടാമത്തെ പറയാ. എന്റെ വൈഫ് മരിച്ച അന്ന് ഞങ്ങളുടെ കോളനിൽ ഒരു കാർപ്പൻറ്റർ 7 മണിക്ക് വന്ന് 7:30 പോയി. അവന്റെ എൻട്രി മാത്രം CCTV ഫുട്ടേജ് വെച്ചിട്ട് എക്സിറ്റ് മാത്രം ഡിലീറ്റ് ചെയ്യുക. അവനും കേസും തമ്മിൽ എന്താ ബന്ധം? അതൊക്കെ PP കോർട്ടിൽ വാദിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ശരി, ഇനി മൂന്നാമത്തെ പറ. ഇനി മൂന്നാമത്തെ, എന്നെ കോർട്ടിൽ ഹാജരാക്കുമ്പോൾ ജഡ്ജ് എനിക്ക് ജുഡീഷ്യൽ റിമാൻഡ് തരും. എന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി PP കൂടെ തന്നെ നിങ്ങളും ഉണ്ടാവണം. PP എന്തിനു വരണം? നിന്റെ ലോയറെ വരൂ. എനിക്ക് ഞാൻ ലോയറെ വെക്കുന്നില്ല. PP തന്നെയാ എന്റെ ലോയറും. ശരി, PP എൻ്റെ അടുത്തുനിന്ന് എൻ്റെ അമ്മായിമ്മയുടെ അടുത്തേക്ക് കൊണ്ടുചെന്ന് എൻ്റെ ലവ് സ്റ്റോറി അവരെ കൊണ്ട് തന്നെ PP പറയിപ്പിക്കേ. അതുകൊണ്ടെന്താ പ്രയോജനം? PP എനിക്ക് വേണ്ടി വാദിച്ച് എന്നെ പുറത്തു കൊണ്ടുവരും. PP നിനക്ക് വേണ്ടി വാദിക്കുന്ന എന്താ ഗ്യാരണ്ടി? ഞാനെടുത്ത പടം കണ്ടിട്ടില്ലേ? പറഞ്ഞു വരുമ്പോ ഞാൻ നിങ്ങളുടെ ഫാൻ തന്നെയാ. നിങ്ങളുടെ തിരക്കഥ ഗസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടാണല്ലേ? ഇതും അങ്ങനെ തന്നെയാ. ഇപ്പൊ ഒന്നും മനസ്സിലാവില്ല. ഞാൻ പറഞ്ഞ പോലെ ചെയ്യ. ആ 10 കോടി തരൂല്ലോ അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഈ ഡൗട്ട് ഉണ്ടായത്? എന്താന്ന് വെച്ചാ എല്ലാം ചെറിയ ചെറിയ ജോലികളാണല്ലോ സാർ. ഇതിനു മുമ്പ് ഞാൻ ഏറ്റെടുത്ത കേസെല്ലാം സാറ് വന്ന് വാദിക്കുമ്പോൾ സാറെല്ലാം കണ്ടുപിടിക്കുമെന്ന് ഞാൻ പേടിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ പേടി. അയാളെ കണ്ടത് പിന്നെ എനിക്കിപ്പോ പേടിയേ ഇല്ല. ഒരു എവിഡൻസും ഞാൻ ടാപ്പർ ചെയ്തിട്ടില്ല. അവൻ പറഞ്ഞ പോലെ ഞാൻ 3 കാര്യം മാത്രമേ ചെയ്തുള്ളൂ സാർ. അവന്റെ അമ്മായിമ്മയുടെ വായന്ന് തന്നെ അവന്റെ കഥ സാറിനോട് പറഞ്ഞത് ആലോചിച്ചപ്പോൾ എന്റെ തല പുകഞ്ഞു പോയിരുന്നു. അവന്റെ ലവ് സ്റ്റോറിയിൽ മുന്നാന്ന് പറഞ്ഞൊരുത്തിനോട് അറിഞ്ഞപ്പോഴാണ് അവന്റെ സ്കെച്ച് എന്താണെന്ന് എനിക്ക് മനസ്സിലായത് സാർ. നിങ്ങൾക്ക് മുന്നോട്ടുണ്ടായിരുന്ന ഡൗട്ടില് അവന്റെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഗ്യാദർ ചെയ്ത് അഞ്ജലിയെ കൊന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വീണ്ടും വരുമെന്ന് സിദ്ധാർത്ഥിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് നിങ്ങൾ വരുന്നതിന് മുമ്പ് വിൻഡോ ഞാൻ ഓപ്പൺ ചെയ്ത് ഫിക്സ് ചെയ്തത്. നിങ്ങളോട് വന്നപ്പോൾ അതെല്ലാം ചെയ്തത് മുന്നെയാണെന്ന് നിങ്ങൾ കരുതി. ആ ഏരിയയിലുള്ള എല്ലാ ക്യാമറ ഫുട്ടേജും ചെക്ക് ചെയ്ത് നോക്കിയാലേ അവിടെയുള്ള ഫുട്ടേജിലെല്ലാം മുന്നയുടെ എൻട്രി മാത്രം വെച്ച് എക്സിറ്റ് ഞാനാ ഡിലീറ്റ് ചെയ്തേ. ഇതെല്ലാം കണ്ട് നിങ്ങൾ ആ കൊലപാതകം മുന്നെയാണ് ചെയ്തതെന്ന് കൺഫേം ചെയ്തു. എവിഡൻസ് എല്ലാം കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത് സിദ്ധാർത്ഥിനെ പുറത്തേക്ക് കൊണ്ടുവന്നത് നിങ്ങൾ തന്നെയാ. അതുമാത്രമല്ല, ഒരുപക്ഷെ മുന്നേ എന്തെങ്കിലും പറയുകയാണെങ്കിൽ സത്യങ്ങളെല്ലാം നിങ്ങൾ അറിയുമെന്നുള്ള പേടിയിൽ മുന്നേ എൻകൗണ്ടർ ചെയ്യാൻ പ്ലാനിട്ടു. പക്ഷെ നിങ്ങൾ ആ സമയത്ത് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. അവൻ നിങ്ങളോട് സത്യം പറയുന്നതിന് മുമ്പ് അവന് സിദ്ധാർത്ഥ വിലയിട്ടിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ വെച്ച് മുന്നേ സിദ്ധാർത്ഥ കൊന്നു. കാശാണെല്ലാം. ആ ഡയറക്ടർ എത്ര ബുദ്ധിമാനാണെന്നറിയോ? അവന് വേണ്ടി വാദിക്കാൻ ഒരു ലോയറെ പോലും വെക്കാതെ നിങ്ങളെ ഉപയോഗിച്ചവൻ പുറത്തു വന്നു. സാർ, ഏത് ക്രിമിനൽ ആണെങ്കിലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് തീർച്ചയായും കുടുങ്ങും. പക്ഷേ മുന്നേക്കെന്നോ അഞ്ജലിയുമായി ഉണ്ടായ പ്രശ്നം സിദ്ധാർത്ഥ അവൻ അനുകൂലമാക്കിയെടുത്തു. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന സാറിനെ പോലൊരു നല്ല മനുഷ്യനെ കൊണ്ടുപോലും അവൻ തെറ്റ് ചെയ്യിച്ചില്ല സാറേ. ഇനി പറയൂ സാർ, ഞാൻ ചെയ്തതെല്ലാം ചെറിയ ചെറിയ തെറ്റല്ലേ? പക്ഷെ നിങ്ങൾ ചെയ്തത് ഒരു സാധാരണ തെറ്റല്ല. ഒരു നിരപരാധിക്ക് വധശിക്ഷ വാങ്ങിക്കൊടുത്തു. ഈ കാര്യത്തിൽ ശരിക്കും സാറേ വിഡ്ഢിയായി മാറി. ഈ കാര്യം 10 പേര് അറിയുകയാണെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നിങ്ങൾ മണ്ടനായി മാറും. സമാധാനത്തോടെ ചായ കുടിച്ച് വേഗം സ്ഥലം വിട്. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തത്, അത്രയും പ്രണയിച്ചിട്ട് സ്വന്തം ഭാര്യ എന്തിനവൻ കൊല്ലണം?
അതിനെപ്പറ്റി ഞാനൊന്നും ചോദിച്ചില്ല, അവനൊന്നും പറഞ്ഞില്ല. ഇനി അതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം സാറേ?